ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു EMC മലയാളം. EMC എന്നാൽ വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ. എൻ്റെ പേര് സീമ സുഭാഷ്. അപ്പോൾ ഇന്ന് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും കൂടി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ അലർട്ടായിട്ട് നമ്മൾ ഇരിക്കേണ്ട മഹാ ആവശ്യകതയെക്കുറിച്ചിട്ട്. അപ്പോൾ SNDP എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു ധർമ്മപ്രചാരമാണ്. പക്ഷേ SNDPയിലുള്ളവർക്ക് എത്ര പേർക്ക് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞു തന്നിട്ടുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തെ പഠിപ്പിച്ചിട്ടുള്ള ധർമ്മത്തെയാണ് നാം പ്രചാരം ചെയ്യേണ്ടത് എന്നുള്ള തിരിച്ചറിവ് ഭൂരിഭാഗം പേർക്കും ഇല്ല എന്നതിൻ്റെ മറ്റൊരു തെളിവാണ്. ഇവിടെ ഒരു ബിരിയാണി ചലഞ്ച് എന്നുള്ള ഒരു ഫ്ലയർ നമുക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് അയച്ചു തന്നാണിത്. SNDP യോഗം കുട്ടനാട് സൗത്ത് യൂണിയൻ വനിതാ സംഘമാണ് ഇത് ഇട്ടിട്ടുള്ളത്. പ്രിയരെ, നമ്മുടെ അഭിമാനമായ കുട്ടനാട് സൗത്ത് യൂണിയൻ സ്വന്തമായി വസ്തു സമ്പാദിക്കുന്നതിനും ആസ്ഥാന മന്ദിരം ഒരുക്കുന്നതിനുമായുള്ള ധനസമാഹരണാർത്ഥം യൂണിയൻ വനിതാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ 40 ശാഖകളിലെയും യൂണിറ്റ് വനിതാ സംഘം പ്രവർത്തകരുടെ സഹായത്തോടെ ബിരിയാണി ചലഞ്ച് നടത്തപ്പെടുന്നു. ഉത്സാഹത്തോടെ, ആവേശത്തോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ എല്ലാ സജ്ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഗുരുദേവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം യൂണിയൻ വനിതാ സംഘം. അതായത് ഗുരുദേവന്റെ നാമത്തിൽ ഇവർ അഭ്യർത്ഥിക്കുകയാണ്. ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ശവക്കറി തിന്നരുത്, ഒരു ജീവിയെ ഹിംസിക്കരുത്, ഒരു എറുമ്പിനെ പോലും കൊല്ലരുത്, ഒരു എറുമ്പിന് പോലും ഹിംസ ചെയ്യരുത് എന്ന് പഠിപ്പിച്ച, അറിവാകുന്ന ഈശ്വരനെ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ പഠിപ്പിച്ച, ആത്മാവിനെ കുറിച്ച് പഠിപ്പിച്ച, അഹിംസയാണ് ഈ പ്രപഞ്ചത്തിലെ പരമമായിട്ടുള്ള ധർമ്മം. ആ ധർമ്മത്തെ മുറുകെ പിടിച്ച് ജീവിക്ക്. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ചിട്ടുള്ള ധർമ്മം. അതിനെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി സംഘടന തയ്യാറായിട്ടുണ്ട് പലരും. പക്ഷെ അവർക്ക് പോലും അറിഞ്ഞൂടാ എന്താണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള സുജ്ഞാനങ്ങൾ എന്താണ്, അതിൻ്റെ ആഴം എന്താണെന്ന് അറിയാതെ അവർ ഗുരുദേവന്റെ പേരിൽ, ഗുരുദേവന്റെ നാമത്തിൽ അവർ അഭ്യർത്ഥിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഗുരുദേവ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളെല്ലാവരും ഈ ബിരിയാണി ചലഞ്ചിനെ ഏറ്റെടുക്കണം, നിങ്ങളെല്ലാവരും ബിരിയാണി കഴിക്കാനായിട്ട് വരണം, ഇതിനെ വിജയിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അരുത് എന്ന് പറഞ്ഞ ഗുരുദേവന്റെ നാമത്തിൽ. അപ്പോൾ ഗുരുദേവന് ഭാരമായി, ഗുരുദേവനെ ക്രൂശിച്ച് ശിക്ഷിച്ച് മതിയായില്ലേ? ഗുരുദേവൻ പറഞ്ഞൊക്കെ മനസ്സിലാക്കണമെങ്കിൽ 100 വർഷം തികയണമെന്ന്. പക്ഷെ സമയമായി മക്കളെ, ഇനി 3 കൊല്ലം കൂടി ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഗുരുദേവന്റെ ദർശനങ്ങളെയൊക്കെ കുഴിച്ചിട്ടവരെ, ഗുരുദേവന്റെ ദർശനങ്ങളെ ഉൾക്കൊള്ളാതെ അസത്യങ്ങളെ അവാസ്തവങ്ങളെയും പ്രചരിപ്പിച്ച് ഗുരുദേവന് ഭാരമായ, ഗുരുദേവനെ ക്രൂരമായി ശിക്ഷിച്ച, ഗുരുദേവനെ ക്രൂരമായി വേദനിപ്പിച്ച, ആസ്വദിച്ച് അല്ലെങ്കിൽ ആർത്ത് തിമിർത്ത എല്ലാവരും ജാഗ്രത. സമയമായി. ഇനി നമ്മളുടെ തെറ്റുകൾ ഭൂമാതാവ് ക്ഷമിക്കില്ല. ഭൂമാതാവിൻ്റെ പുത്രനാണ്, ഈ ജഗന്മാതാവിൻ്റെ പുത്രൻ തന്നെയാണ് ഗുരുദേവൻ ഒരു സാധാരണ ജന്മമല്ല, അവതാരമാണ്. ആ മഹാ അവതാരം ഭൂമിയിൽ മനുഷ്യ ജീവരാശിയെ, അതായത് ഉള്ള സ്ഥിതിയിൽ നിന്ന് ഉന്നതീകരിക്കാൻ വേണ്ടി, അവൻ്റെ ബുദ്ധിയെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി നമുക്ക് ആ ഒരു ദിവ്യമായിട്ടുള്ള സത്യമാർഗത്തെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി പിറന്ന ഗുരുദേവനാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള അനുകമ്പയുടെ, അതായത് അനുകമ്പയെ ഒരു ഉന്നത ജീവിത മൂല്യമായി ഉയർത്തിക്കാട്ടേണ്ട തമോമയമായ സാംസ്കാരിക ഋതുവിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് മലയാളി. ആത്മഹത്യയ്ക്കും കൊലയ്ക്കുമിടയിലൂടെ ആർത്തനാദം പോലെ ലക്കറ്റ് പായുന്ന ഒരു ഭ്രാന്തൻ തീവണ്ടിയായി മാറിയിരിക്കുന്നു അവൻ്റെ അഥവാ അവളുടെ ജീവിതം. അനുകമ്പ എന്ന ശമന ഔഷധത്തിന്റെ അഭാവത്താലാണ് ഈ സംഭ്രാന്തവേഗം. അനുകമ്പയെപ്പറ്റി മാത്രം വിചാരം ചെയ്യുന്ന ഒരു കവിത എഴുതി തന്നിട്ടുള്ള ഒരു മഹാഗുരു നമുക്കുണ്ട്. ദൈവദശകം എന്ന പോലെ അനുകമ്പ ദശകവും എഴുതിയ ശ്രീനാരായണ ഗുരുവാണത്. അതായത് അരുളൻ പനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകമെന്നും അരുളുള്ളവനാണ് ജീവിയെന്നും ഗുരു ഈ കവിതയിൽ എഴുതുന്നുണ്ട്. അരുളില്ലാത്തവനോ അരുളില്ലയതെങ്കിൽ അസ്ഥി തോൽ സ്ഥിര നാറുന്നൊരു ഡംപുതാനവൻ എന്ന്. അതായത് അരുളില്ലാത്തവൻ എങ്ങനെയാണ്? അത് നാറുന്നൊരു ഒരു ഉടമ്പ് മാത്രമാണത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനത്തെ ആളാണ്? നമ്മളിൽ ആ ഒരു കരുണ, അനുകമ്പ എന്നുള്ളതില്ലെങ്കിൽ നമ്മൾ എന്ത് മാത്രമാണെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അനേകം ഗുരുക്കന്മാരും ദാർശനികന്മാരും അവതരിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരു, ആ ഗുരുവിന് ഒരേ ഒരു ദർശനമേ ഉള്ളൂ, എല്ലാത്തിനെയും ഒന്നായി കാണാൻ പഠിപ്പിക്കുന്ന അദ്വൈത ദർശനം.
അതായത് അനുകമ്പാപൂർണമായ ജീവിതത്തിന്റെ മഹത്വം ഗുരു എടുത്തു പറയുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ വരദാനമായി നമ്മുടെ എല്ലാം ഉള്ളിൽ അനുകമ്പയെ നിറയ്ക്കുവാൻ ഗുരു പഠിപ്പിച്ചു നമ്മെ. തന്നെ പോലെ തൻ്റെ സഹജീവികളായ എറുമ്പാതിയെ പോലും കരുതി സ്നേഹിക്കുവാനുള്ള ദൈവീകമായ അനുകമ്പയിലേക്കും സ്നേഹത്തിലേക്കും ഗുരു എല്ലാ മനുഷ്യരെയും സ്വാഗതം ചെയ്യുകയാണ്. ജാതി ഭേദമന്യേ വിചാരം കൊണ്ടോ നോക്കണം, വിചാരം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും ഹിംസിക്കാത്ത അനുകമ്പാപൂർണമായ ലോകം നാം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ലോകത്തെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഗുരു. എല്ലാ വാദങ്ങളും മതപ്പോരുകളും അവിടെ അസ്തമിക്കുന്നുണ്ട്. സാഹോദര്യത്തിൻ്റെയും സമഭാവനയുടെയും ഇതളുകൾ വിരിയുന്ന ആ പുതുലോകത്തിൻ്റെ പിറവി തന്നെയാണ് ഓരോ ഗുരുദേവ ജയന്തിയും നമ്മളിൽ പ്രത്യാശ ഉണർത്തുന്നത്. വാദങ്ങളും ജയങ്ങളും ഇല്ലാതായി എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന, എല്ലാവരും ജയിക്കുന്ന ആ ഏകലോകം പുലരുവാൻ എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. ആ മാതൃകാസ്ഥാനം നമ്മെ മാടി വിളിക്കുന്ന ഒരു യുഗ സൃഷ്ടിക്കായി. അതായത് എല്ലാവരും നമ്മുടെ സഹോദര ജീവരാശികളാണെന്ന് നമ്മളെ പഠിപ്പിച്ചതാണ് ഗുരുദേവൻ. അതായത് ഗുരുദേവന്റെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഗുരുദേവൻ ഒരിക്കലും ഒരാളോടും ഒരു പണവും ചോദിച്ചിട്ടില്ല. അദ്ദേഹം എന്താ പറയുക, ഭിക്ഷാടനം നടത്തുകയാണ് ചെയ്തത്. അതായത് അങ്ങനെ കിട്ടിയതുകൊണ്ട്, അതായത് മനസ്സറിഞ്ഞു തന്നത്. അല്ലാതെ അദ്ദേഹം ഒരിക്കലും ഇതിനു വേണ്ടിയിട്ട്, അതായത് ആ മഹാശക്തി ചൈതന്യ ക്ഷേത്രം തൻ്റെ ഈ ഒരു ആസ്ഥാന മന്ദിരങ്ങൾ കെട്ടിപ്പടുത്തുയർത്തുവാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഹിംസാ മാർഗത്തെ അല്ല അദ്ദേഹം അവലംബിച്ചത്. ആ ഒരു മഹാശക്തി ചൈതന്യ ക്ഷേത്ര മഹാ അവതാരം നമ്മളെ പഠിപ്പിച്ചത് അഹിംസയിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്, ധർമ്മത്തെ മാത്രം ആചരിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടാണ് ഇതിനെക്കുറിച്ചിട്ട് ABCD പോലും, അതായത് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള ധർമ്മത്തെക്കുറിച്ച്, അഹിംസ എന്ന പരമമായിട്ടുള്ള ധർമ്മത്തെക്കുറിച്ച് ABCD പോലും അറിയാത്തവരാണ് ഗുരുവിനെ ഇന്നും അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്, അപമാനിക്കുവാൻ വേണ്ടി പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അരുതെന്ന് ഗുരു പറഞ്ഞതിനെ ഗുരു പറഞ്ഞൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഗുരുവിൻ്റെ ആ ഒരു മന്ദിരങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ആസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുവാൻ ഞങ്ങൾക്ക് പണം വേണം. അതിന് ഈ നീചമായിട്ടുള്ള ഈ വഴിയാണ്, ഗുരു അരുതെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മാർഗമാണ് ഞങ്ങൾ ഇതിലൂടെയാണ് പോവുള്ളൂ എന്ന് പറയുമ്പോൾ ഗുരുവിനെ അപമാനിക്കുക, ഗുരുവിനോട് പ്രതിരോധിക്കുക. അതായത് ഗുരു പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് ആർക്ക് വേണ്ടി അത് ചെയ്യുന്നത്? ഗുരുവിൻ്റെ മേൽ ഗുരിയില്ലാതെ, ഗുരു പറഞ്ഞതിൻ്റെ മുകളിൽ ശ്രദ്ധയില്ലാതെ ഗുരുവിനെ പീഡിപ്പിച്ചത് മതി. സമയം ആസന്നമായി. ഇത്രയും കാലം അതായത് ഗുരുകൃപയ്ക്ക് വേണ്ടി ശവക്കറികൾ തിന്നുകൊണ്ട് ഈ ശവങ്ങളെ കുഴിച്ചിടുന്നത്, അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളെ ലയിപ്പിക്കുക, ഒന്നില്ലെങ്കിൽ കുഴിച്ചിടുക, ഒന്നില്ലെങ്കിൽ കത്തിക്കുക. പക്ഷെ ഇങ്ങനെ ഓരോ ജീവിയുടെയും പ്രാണൻ, മനുഷ്യന്റെ ഈ ഒരു അത്യാർത്ഥിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പ്രാണൻ കളഞ്ഞ് അതിൻ്റെ പ്രാണന് വേണ്ടി പെടഞ്ഞ് മരിച്ച് ആ ഒരു ഫുഡിനെ നമ്മൾ ഈ ഒരു വയറ്റിൽ, ദേഹമെന്ന ദേവാലയത്തിൽ, ദേഹമെന്ന ക്ഷേത്രത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് ചതയാഘോഷങ്ങളൊക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് ഗുരുകൃപ കിട്ടിയോ? ഏതെങ്കിലും SNDP-കാർക്ക് ഗുരുകൃപ കിട്ടിയോ? ഗുരു പറഞ്ഞത് അനുസരിക്കാത്ത ഏതെങ്കിലും ഒരു SNDP-കാർക്ക് ഗുരുകൃപ കിട്ടിയ ചരിത്രമുണ്ടോ? ഇല്ല. ഇത്രയും കാലം നിങ്ങൾ പൂർവ്വജന്മം ചെയ്ത ഒരു സത്കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ തട്ടിമുട്ടിയും പോയെങ്കിൽ ഇനി കാലം മാറി, കഥ മാറി. ബി അവെയർ. ഇനി ഗുരുവിനെ വെച്ച് വിറ്റ് തിന്നരുത്. ഗുരു പറഞ്ഞ സുസത്യങ്ങളെ, സുജ്ഞാനങ്ങളെ കുഴിച്ചു മൂടി അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി അസത്യങ്ങളെ, അവാസ്തവങ്ങളെയും പറഞ്ഞ് ജനങ്ങളിലേക്ക് ഗുരുവിനെ അശാസ്ത്രീയമായിട്ട്, അല്ലെങ്കിൽ ഗുരുവിനെ നിങ്ങൾ അന്യമാക്കരുത്. അവർക്ക് ഗുരുവിനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മണ്ഡപങ്ങളും കെട്ടിപ്പടുക്കേണ്ടതില്ല. പുതുതായിട്ട് ഉള്ള മണ്ഡപങ്ങളിൽ ഗുരു പറഞ്ഞിട്ടുള്ള സുജ്ഞാനങ്ങളെ സുവർണ ലിപികളിൽ എഴുതി വെക്കും. ശവക്കറികൾ തിന്നുന്നവർ ഇവിടേക്ക് പ്രവേശിച്ചു പോകരുത്. എന്താ വെച്ചാൽ ശവക്കറികളെ കുറിച്ചിട്ട് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നതല്ല, കേൾക്കട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾ ഇതറിയും. ഇതൊക്കെ ചെയ്യുന്നത് ഗുരുകൃപയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇനി ഗുരുകൃപയല്ല, ഇനി പ്രകൃതി വിക്ഷോഭമാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. നിങ്ങളും ആരൊക്കെയാണ് ഇതിന് കൂട്ടു നിൽക്കുന്നത്, ആരൊക്കെയാണ് ഇതിൽ പങ്കുകൊള്ളുന്നത്, ആരൊക്കെയാണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്, എല്ലാവരും ബി കെയർഫുൾ. ഗുരു പറഞ്ഞിട്ടുള്ള പഞ്ചധർമ്മങ്ങളിൽ ആദ്യത്തെ അഹിംസയാണ്. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ഒരു പ്രാണിയുടെയും ശരീരത്തെയോ പ്രാണനെയോ മനസ്സിനെയോ ഉപദ്രവിക്കാതിരിക്കുകയാണ് അഹിംസ. ഈ അഹിംസയേക്കാൾ വലിയൊരു ധർമ്മം ഈ പ്രപഞ്ചത്തിലേ ഇല്ല. ഓക്കെ, ഇനി എന്താ നിങ്ങൾക്ക് കേൾക്കേണ്ടത് വെച്ചാൽ, മാംസഭക്ഷണത്തെ കുറിച്ചിട്ട് ഗുരു പറഞ്ഞിട്ടുള്ള കാര്യം, ഈ പുസ്തകം നിങ്ങൾക്ക് പരിചയമുണ്ട്. ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ അച്ചടിച്ച് വിൽക്കിൻ, നിങ്ങൾക്ക് പണം അങ്ങനെ കിട്ടട്ടെ. ഓക്കെ, മാംസഭക്ഷണത്തെ കുറിച്ച്, മത്സ്യമാംസങ്ങൾ കഴിച്ചു പോവരുത്, അത് ശവക്കറിയാണ്.
ഓക്കെ. അപ്പോ ചില ഉദരംബരികൾ സകല പ്രാണികളെയും ദൈവം നമ്മുടെ ഉപയോഗത്തിനായി കൊണ്ട് തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. നാം അതുകളെ കൊന്നു ഭക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു പാതകവും വരാനില്ലെന്നിങ്ങനെ ആരവാരം ചെയ്തും കൊണ്ട് വായില്ലാ പ്രാണികളെ, മൂകജീവികളെ വധിച്ചുപജീവിക്കുന്നു. കഷ്ടം. ഇപ്രകാരം മനുഷ്യരുടെ ഉപയോഗത്തിനായി കൊണ്ട് തന്നെ സർവ്വപ്രാണികളെയും ദൈവം സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ അതുകൾ അന്യോന്യം പിടിച്ചു ഭക്ഷിക്കുന്നതിനും മനുഷ്യർ ചിലപ്പോൾ അതുകളാൽ അപഹരിക്കപ്പെട്ടു പോകുന്നതിനും സംഗതി വരുമായിരുന്നോ? പുത്രന് തള്ളയുടെ സ്തന്യത്തെ ഉപയോഗിക്കുന്നതിനല്ലാതെ മാതൃനിഗ്രഹം ചെയ്ത് മാംസത്തെ ഉപയോഗിക്കണമെന്ന് ദൈവസങ്കല്പം സംഭവിക്കുമോ? അതൊരിക്കലും വരുന്നതല്ല. അപ്പോ പ്രാണികളെ ഭക്ഷിക്കുന്നതിലത്രേ മനുഷ്യത്വം സിദ്ധിക്കുന്നുള്ളൂ എങ്കിൽ വ്യാഘ്രാദികളായ ക്രൂര ജന്തുക്കളിലല്ലയോ അതിമാനുഷത്വം സിദ്ധിക്കേണ്ടത്? ഇങ്ങനെ വരുമ്പോൾ ചില ജീവകാരുണ്യമുള്ള ആളുകൾ തന്നെ മൃഗങ്ങളായിരിക്കുന്നുള്ളൂ എന്നല്ലയോ വന്നുകൂടുന്നത്? കൊള്ളാം. ഈ അസംഗതികൾ ദൈവത്തിൽ സ്ഥാപിച്ചു പറയുന്നതിനേക്കാളും വലുതായൊരു ദൈവദൂഷണം വല്ലതുമുണ്ടോ? കൊല്ലാവൃതം ഉത്തമമാം, അതിലും തിന്നാവ്രതം എത്രയും ഉത്തമമാം. ദിനം പ്രതി 2 റാത്തൽ മാംസം ഉപയോഗിച്ച് വന്ന ഒരു കുടുംബത്തിന്റെ നാഥനോട് നിങ്ങൾ തിന്നാതിരുന്നാൽ മാംസം ഒന്നുക്ക് 2 ജീവന വീതം രക്ഷിക്കാമല്ലോ എന്ന് പറഞ്ഞ ഗുരുദേവന്റെ പേരിലാണ്, ഗുരുദേവന്റെ ആ ഒരു സ്ഥാപനങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണതെന്ന് പറയുമ്പോൾ ഗുരുവിനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട, ഈ ഭൂമിയെ രക്ഷിക്കാനായി, ഭൂമിയിൽ ഉള്ള മനുഷ്യൻ കാരണമാണ് ഈ ഭൂമിക്ക് സർവനാശനം ഉണ്ടാവുന്നത്. ആ മനുഷ്യരാശിയുടെ ബുദ്ധിയെ ശുദ്ധീകരിച്ച് മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് അവതരിച്ച, അല്ലെങ്കിൽ ആ അവതാരത്തിന് കാരണമായിട്ടുള്ള ദൈവങ്ങളും പ്രകൃതിയൊക്കെ എത്ര വേദനിക്കുന്നുണ്ടാവും നമ്മുടെ ദുശ്ചര്യകളാൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മാംസം ഭക്ഷിക്കുന്നത് നാക്കു മുറിക്കേണ്ടുന്നത്ര ഘോരമായ പാപമാണ്. ഇതെല്ലാം മാംസം തിന്നുന്ന മനുഷ്യന്റെ നാക്ക് വളരെ രുചിയുള്ളതാകും, അത് കാണിച്ച് പരിശോധിക്കണം. അതായത് ആ നാക്ക് മുറിച്ചു കളയണമെന്നാണ് നമ്മളെ ഗുരുദേവൻ പഠിപ്പിച്ചിട്ടുള്ളത്. വെറുതെയാണോ ഗുരു പറഞ്ഞിട്ടുള്ളത്? ഓക്കെ. മനുഷ്യൻ അറിഞ്ഞുകൂടാ അവൻ എന്താണ് ചെയ്യുന്നതെന്ന്. അവന്റെ ചെയ്തികളുടെ ദാരുണ ഫലം മനുഷ്യവർഗത്തെ മാത്രം ബാധിക്കുന്നതായിരുന്നുവെങ്കിൽ തരക്കേടില്ലായിരുന്നു. വനത്തിലെ വാനരന്മാർക്കും പക്ഷികൾക്കും മനുഷ്യർ കാരണം സ്വൈരതയില്ലാതായിരിക്കണം അന്നത്തെ കാലത്ത്. ഇന്ന് സകല ജീവരാശികൾക്കും ഈ മനുഷ്യൻ കാരണം സ്വൈര്യമില്ലാതായിരിക്കണം. സകല ജീവരാശികൾക്കും, പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും വരെ. മനുഷ്യൻ തനിക്ക് വരുത്തിക്കൂട്ടുന്ന വംശനാശത്തിൽ മറ്റുള്ള ജീവികളെ കൂടി പെടുത്താതെ നിശേഷം നശിച്ചു വെണ്ണീറായി പോയിരുന്നുവെങ്കിൽ മറ്റു ജീവികൾ അതൊരനുഗ്രഹമായി കരുതുമായിരുന്നു. അവർക്ക് അവരുടെ ജന്മാവകാശമായ ശാന്തി അനുഭവിക്കാമായിരുന്നല്ലോ. ഗുരു പറഞ്ഞതാണിത്. ഈ മനുഷ്യൻ കാരണം സകല ജീവരാശികൾക്കുണ്ടാവുന്ന അത്യാപത്തുകളെ കുറിച്ച്. അപ്പൊ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടാൽ ഈ ഭൂമി സ്വർഗമാണ്. പക്ഷെ അതല്ലല്ലോ സംഭവിക്കുന്നത്. മദ്യത്തെക്കുറിച്ച്, മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. കള്ള്, കറുപ്പ്, കഞ്ചാവ്, പുകയില എന്നിവ ചിത്തഭ്രമം ഉണ്ടാക്കുന്നതിന് മദ്യത്തിന്റെ കൂട്ടത്തിൽ ഗണിക്കപ്പെടുന്നു. മദ്യം മഹാപാപത്തെ ഉണ്ടാക്കുന്നവയാണ്. മദ്യാസക്തനെ അവന്റെ ഭാര്യയും അച്ഛനും സഹോദരനും മകനും ഈശ്വരൻ പോലും വെറുക്കുന്നു. അതുകൊണ്ട് മദ്യത്തെ ഉപേക്ഷിക്കണം. ചെത്തൊരു മഹാവ്യാധിയാണ്. ഒരവയവത്തിന് കുഷ്ഠമുണ്ടായാൽ ദേഹം മുഴുവൻ അത് ദുഷിപ്പിക്കുന്നത് പോലെ ചിലർ ചെത്തുന്നത് മൂലം സമുദായം മുഴുവനും കെട്ടുപോകുവാൻ കാരണമാവുന്നു. ചെത്തുകാരെ സമുദായത്തിൽ നിന്നും വേർപെടുത്തണം. അവരുമായി കൂടി കഴിയുകയരുത്. ചെത്ത് നിർത്തിയാൽ ശുദ്ധി ചെയ്ത് തിരികെ എടുത്തോളാം. ചെത്തൊരു മഹാപാതകമാണ്. മീൻ പിടുത്തത്തെക്കാൾ മഹാപാതകമാണ്. അപ്പൊ മീൻ പിടുത്തം പോലും മഹാപാതകമാണെന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മീൻ മരിച്ചാലും ആട് മരിച്ചാലും കോഴി മരിച്ചാലും ഒക്കെ ശവമാണ്. അതിൻ്റെ ഒരു പ്രാണനെ ഇല്ലാതെയൊക്കെ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ക്രൂര ചെയ്തികൾ കൊണ്ട് ഇന്ന് ജഗന്മാതാവ് കോപിച്ചിരിക്കുകയാണ്. നമ്മൾ പ്രകൃതി വൈപരീത്യങ്ങളും മഹാരോഗങ്ങളും മാറാരോഗങ്ങളും സുനാമിയും പ്രളയങ്ങളും മണ്ണിടിച്ചിലൊക്കെ വരുന്നത് എന്തുകൊണ്ടാ? ഈ മനുഷ്യൻ കാരണമാണ്. ആ മൂക ജീവരാശികളുടെ ആർത്തനാദങ്ങൾ കേട്ടിട്ട് അതിന് കാരണമായിട്ടുള്ള മനുഷ്യനെ മാത്രം തുടച്ചു നീക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മനുഷ്യനെ നിങ്ങൾ ഇനിയെങ്കിലും ബുദ്ധിയോടുകൂടി ജീവിക്കും. നിങ്ങളെ രക്ഷിച്ചുകൊള്ളിൻ. എന്താ വെച്ചാൽ അമ്മയ്ക്ക് സഹിക്കുന്നില്ല. ഭൂമിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. കേവലം നമ്മൾ കാരണം, ഈ മനുഷ്യൻ കാരണമാണ് ഭൂമി നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ സർവ്വസമാധാനങ്ങളുള്ളത് നമ്മൾ കാരണമല്ല. നമ്മളുടെ ഉള്ളിൽ നിന്ന് ഓരോ മനുഷ്യന്റെയും ആലോചന എന്ന ഡിസാസ്ട്രസ് തോട്ട്സ് ഈ പ്രകൃതിയിലേക്ക്, പഞ്ചഭൂതങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് ഈ ഭൂമിയുടെ സമതുലന, ആ ഒരു പ്രാണശക്തിയുടെ ബാലൻസിങ് എന്നുള്ളത് നഷ്ടപ്പെട്ടു. പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും ഒരു അത്യാശയില്ല, ഒരു വ്യാമോഹവും ഇല്ല.
ആ ക്രൂര ജന്തുക്കൾ പോലും വിശക്കുമ്പോൾ മാത്രമാണ് വേട്ടയാടുന്നുള്ളൂ. അത് അവരുടെ പ്രകൃതി സഹജമായിട്ടുള്ള ജീവിത വിധാനമാണ്. പക്ഷെ മനുഷ്യൻ സസ്യബുക്കാണ്, മിശ്രബുക്കല്ല. മനുഷ്യന്റെ ഈ ഒരു പരിപൂർണമായിട്ടുള്ള ദേഹനിർമ്മിതി, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഈ ദേഹനിർമ്മിതി കേവലം സസ്യാഹാരത്തെ ഭുജിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പരിപൂർണമായിട്ടുള്ള ജഗത്തിനെയും കാത്തുരക്ഷിക്കുവാൻ, ഇതിലുള്ള സകല ജീവരാശികളെയും കാത്തുരക്ഷിക്കാൻ ബാധ്യസ്ഥനായ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് പ്ലാന്റ് കിങ്ഡം ഉള്ളത്. ഒരു മനുഷ്യൻ ഒരു ആടിന്റെ കോഴിയുടെ തല അറുത്ത് കഴിഞ്ഞാൽ അത് രക്തം വാർന്ന് മരിക്കുന്നു. പക്ഷെ ഒരു ചെടിയുടെ ഒരു തുമ്പ് നമ്മൾ അല്ലെങ്കിൽ അതിന്റെ ഒരു കൊമ്പൊടിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ വിത്ത് അല്ലെങ്കിൽ അതിന്റെ കായ്ക്കനികളോ പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ആ പച്ചക്കറികളോ പൊട്ടിക്കുമ്പോൾ അത് മുഴുവനായിട്ട് നശിച്ചു പോകുന്നില്ല, വീണ്ടും വീണ്ടും അത് നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. പലരും അത് ചോദിക്കും, ഈ ജീവഹിംസ എന്ന് പറയുമ്പോൾ ചെടികൾക്ക് ജീവനില്ല എന്ന്. നമ്മൾക്ക് നഖവും നമ്മളുടെ മുടിയൊക്കെ വെട്ടുമ്പോൾ അത് വളരുന്നുണ്ട്, നമ്മൾ മരിക്കുന്നില്ല, രക്തം വാരുന്നില്ല. അതേപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നുള്ളത് ചെടികൾക്കില്ല. പക്ഷെ ഒരു മരം വെട്ടുന്നത് ഒരു മനുഷ്യനെ കൊല്ലുന്നത് പോലെ തന്നെയാണ്. മനുഷ്യനെ കൊല്ലുന്നവൻ കൊലപാതകയല്ല, ഓരോ ജീവിയെ കൊല്ലുന്നവനും കൊലപാതകിയാണ്. അതായത് ഒരു ജീവിയെ കൊല്ലാൻ വേണ്ടി വളർത്തുന്നവനും വളർത്തിയവനും അതിനെ വിറ്റവനും ആ ജീവിയെ വാങ്ങിയവനും അതിനെ കൊന്നവനും അതിന്റെ മാംസം വിറ്റവനും അതിനെ തിന്നവനും തീറ്റിയവനും എല്ലാവരും കൊലപാതകത്തിൽ സമാന പങ്കാളികളാണെന്ന് മനുധർമ്മം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഗുരു പറഞ്ഞിട്ടാണ് നമ്മൾ ഗുരുദേവനെ അപമാനിക്കുന്ന വിധത്തിൽ നമ്മൾ ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. ആട്ടിൻപാലും മാംസവും അതിനെക്കുറിച്ചിട്ട് ഒരു ഭക്തൻ ചോദിക്കുകയാണ്, ആട്ടിൻപാലും പശുവിൻ പാലും നാം കുടിക്കുന്നല്ലോ സ്വാമി, പിന്നെ അവയുടെ മാംസം തിന്നാൽ വല്ല തിരക്കേടുണ്ടോ? അപ്പൊ സ്വാമി പറഞ്ഞു, തിരക്കേടില്ലല്ലോ. എന്നിട്ട് ഒരു മന്ദഹാസത്തില് ചോദിച്ചു, അമ്മയുണ്ടോ? ഇല്ല സ്വാമി, മരിച്ചുപോയി. കുഴിച്ചിട്ടോ അതോ തിന്നോന്നാണ് അതിന്റെ അർത്ഥം. എന്താ വെച്ചാല് പശുവിന്റെയും ആടിന്റെയും പാല് നമ്മൾ കുടിക്കുന്നുണ്ട്, പിന്നെ അതിന്റെ മാംസം തിന്നൂടെ എന്ന് ചോദിച്ചപ്പോ അമ്മയുടെ പാല് കുടിച്ചതല്ലേ, അപ്പൊ അമ്മയുടെ മാംസം തിന്നായിരുന്നില്ലേ, എന്തിനെ കുഴിച്ചിട്ട് എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ മനസ്സിലാക്കാൻ അത് ബുദ്ധി വേണം, സ്ഥിതി വേണം, സാധന വേണം ഗുരുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ കോഴിക്ക് പകരം ബലി, അധമ പൂജ നടത്തി വന്നിരുന്ന ഒരു ക്ഷേത്രത്തിലെ ഹിംസ നിർത്താൻ തൃപ്പാദങ്ങൾ ചിലരോട് ഉപദേശിക്കുകയുണ്ടായി. ആ സംഭാഷണ മധ്യ ഇപ്രകാരം പറഞ്ഞു. ഭക്തൻ പറയാണ്, ഹിംസ നിർത്തുന്നതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പിന്നെ ആർക്കാ വിരോധം? സ്വാമി ചോദിച്ചു. ഭക്തൻ, ക്ഷേത്രഭാരവാഹികൾക്ക്. അവർ എത്ര പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല സ്വാമികൾ. അപ്പോൾ സ്വാമി പറയാണ്, നിങ്ങൾ കോഴിയെയും മറ്റും കൊടുക്കാതിരുന്നാൽ മതിയല്ലോ, ക്ഷേത്രഭാരവാഹികൾക്ക് സമ്മതവും വിസമ്മതവും ഉണ്ടാകുകയില്ല, അവർ തൂണുകളല്ലേ എന്ന്. അപ്പൊ ഭക്തൻ പറയാ, കോഴിക്ക് പകരം എന്തു ബലി കഴിച്ചാൽ കൊള്ളാമെന്ന് അറിഞ്ഞുകൂടാ. അടുത്തു നിന്നിരുന്ന ഒരു അന്തേവാസി പറയാ, ഉത്തമ പൂജയ്ക്ക് കുമ്പളങ്ങയാണ് ഉപയോഗിക്കാറ്, അത് മതിയാകുമെന്ന് തോന്നുന്നു. അപ്പൊ സ്വാമി പറഞ്ഞു, വേണ്ട, കോഴി വെട്ടുന്നവന്റെ മകനെ കൊടുത്താൽ എന്താ പ്രശ്നം എന്ന്. അപ്പോൾ ഓരോ ക്ഷേത്രഭാരവാഹികളും ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ഈ ശവന്തീനികൾ ഉണ്ടാവരുത്. ഈ ശവക്കറി കഴിക്കുന്നത് കൊണ്ടാണ് കരുണയില്ലാത്തത് അവർക്ക്. ദൈവം പറഞ്ഞത് എന്താണെന്ന് അവർ ഉൾക്കൊണ്ടവർ മാത്രം. അതായത് മമാത്മാ സർവഭൂതാത്മാ, സകല ജീവരാശികളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവചൈതന്യത്തെ അറിയാത്തവനും അനുഭവിക്കാത്തവരും ക്ഷേത്രഭാരവാഹികളായിട്ടും മാതൃസമിതികളിലും വനിതാ കമ്മിറ്റികളിലും ഉണ്ടാവരുത്. ഗുരുദേവനെ അറിയാത്തവര് ഗുരുവിനെ കുറിച്ചിട്ട് പറയാനോ അല്ലെങ്കിൽ ഗുരുവിന്റെ മണ്ഡപങ്ങളോ ആസ്ഥാന മന്ത്രങ്ങളോ കയറ്റാൻ ശ്രമിക്കരുത്. ഗുരുവിനെ കുറിച്ച് അറിഞ്ഞവൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഒരു പ്രഹസനം ആവശ്യമില്ല. ഗുരുവിനെ കുറിച്ച് അറിഞ്ഞവൻ ഗുരു പറഞ്ഞതിനെ ഉൾക്കൊണ്ട് ആചരിച്ചു കഴിഞ്ഞാൽ ആദർശമാകും. ഗുരു കൃപ വേണമെങ്കിൽ ഗുരു പറഞ്ഞതിനെ ഉൾക്കൊണ്ട് സൈലന്റ് ആയിട്ട് ജീവിക്കുവിൻ. നമുക്ക് അറിഞ്ഞതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ഗുരു കീർത്തനങ്ങൾ പാടിയിട്ട് എന്ത് കാര്യം? ശവക്കറികൾ തിന്നുകൊണ്ട് ഗുരു പറഞ്ഞത് ആചരിക്കാതെ, ഗുരു പറഞ്ഞതൊന്നും ഉൾക്കൊള്ളാതെ ഗുരുവിനെ പൂജിച്ച് ഇരുന്നാൽ, ഗുരു പറഞ്ഞത് ആചരിക്കാതെ, ഗുരുവിനെ ഉൾക്കൊള്ളാതെ, ഗുരു പറഞ്ഞതിൽ ശ്രദ്ധിക്കാതെ, അനുസരിക്കാതെ ഗുരുവിനെ പൂജിച്ചാൽ ഗുരുകൃപ കിട്ടുമെന്നുള്ള തെറ്റിദ്ധാരണ വിട്ടേക്കിന് എല്ലാവരും. സമയം ആസന്നമായി. ഇനി ക്ഷമിക്കില്ല, പ്രകൃതി മാതാവ് ക്ഷമിക്കില്ല. വേണമെങ്കിൽ എഴുതി വെച്ചോളിൻ. ഇത്രയും കാലം ഗുരുവിനെ വിറ്റ് തിന്നതും ഗുരുവിനെ കൊന്നു കൊല വിളിച്ചതും ഗുരുവിനെ അപമാനിച്ചതും ഗുരുവിനെ ക്രൂശിച്ചതും ഗുരുവിനെ ശിക്ഷിച്ചതും മതി. ശാന്തി എവിടെയാ? എവിടെയാ ശാന്തി ഉള്ളത്? ഗുരു പറഞ്ഞിട്ടുള്ള ജീവിതത്തിൽ മരിച്ചു പോകുന്നതിന് മുമ്പ് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്ത് സത്യങ്ങൾ പറഞ്ഞ് സദ്ഭാവനയോടുകൂടി ജീവിക്കുമ്പോൾ, അഹിംസ എന്ന ആ ഒരു പരമധർമ്മത്തെ മുറുകെ പിടിച്ച് നീ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ധർമ്മത്തിൽ ജീവിക്കുമ്പോൾ, സത്യത്തിൽ ജീവിക്കുമ്പോൾ നിനക്ക് ശാന്തി ലഭിക്കും. അല്ലാതെ എന്ത് ശാന്തി? ഗുരു പറഞ്ഞത് ആചരിക്കാത്തവർ ഗുരുവിന്റെ പേര് പോലും ഉച്ചരിക്കരുത്. നമ്മൾ വരും തലമുറയ്ക്ക് കണ്ണാടിയെ പ്രതിഷ്ഠിച്ച് ഗുരുദേവൻ, നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ചന്ദനക്കുരു തൊടാനല്ല. അതായത് നിന്റെ സ്വസ്വരൂപത്തെ അറിവാകുന്ന നിന്റെ ഈശ്വരനെ, നീയാകുന്ന ഈശ്വരനെ, ആ ഒരു സമസ്തവും നിറഞ്ഞു നിൽക്കുന്ന, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അഹം ബ്രഹ്മാസ്മി, ആത്മാവാണ് പരബ്രഹ്മം, സർവം കൽവിതം ബ്രഹ്മ, മമാത്മാ സർവഭൂതാത്മാ തത്വമസി, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ അറിയ, ആ അറിവിനെ നീ അറിയ. അപ്പൊ നീ കണ്ണാടിയിൽ ദർശിക്കുമ്പോൾ നീ എന്ന ഈശ്വരനെ, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മപദാർത്ഥം തന്നെയാണ് നീ, അതേ ആത്മാവാണ്.
ഈ പരബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യമാണ് നീ. ആത്മാവിനെ അറിയാനുള്ള ആ ഒരു ആത്മവിദ്യയെ കുറിച്ചിട്ട് ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് ധ്യാനം മാത്രമാണ് മാർഗമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും വേണ്ടി ഗുരു എല്ലാം പറഞ്ഞു. പക്ഷെ അപ്പോഴും ഗുരു മുറുക്ക പിടിച്ചൊരു കാര്യമുണ്ട്. ഗുരു എന്തിന് നമ്മൾക്ക് വേണ്ടിയിട്ട് ആരാധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശിവലിംഗങ്ങളെ ആണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് ആരാധനാലയങ്ങൾ സൃഷ്ടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഓരോ കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ്. ശരി, അവർക്കത് ആവശ്യമാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ആത്മാവിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാവില്ല. ആത്മവിദ്യയെക്കുറിച്ചും ശാസ്ത്രവിദ്യയെക്കുറിച്ച് പറഞ്ഞാലും മനസ്സിലാവില്ല. ഓക്കെ, പക്ഷെ എന്ന് കരുതി എന്ത് ചെയ്യുമ്പോഴും ഓരോ കാറ്റഗറിയിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ഗുരുദേവൻ ചെയ്യുമ്പോഴും ഗുരു മുറുക്ക പിടിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, അഹിംസ. ഒരിക്കലും അതിനെ ചവിട്ടിത്തേക്കാൻ നമുക്ക് ആർക്കും അധികാരമില്ല. അതായത് ഹിംസ ചെയ്തുകൊണ്ട് നമ്മൾ ഗുരുവിന്റെ നാമം ഉച്ചരിച്ചിട്ടോ ഗുരുവിന്റെ പേരിൽ പ്രഹസനങ്ങൾ ചെയ്താലോ ഗുരുനിന്ദയ്ക്ക് കിട്ടാൻ പോകുന്നത് ശാപം മാത്രമാണ്. സമയമായി. ഇത്രയും കാലം ഗുരു ക്ഷമിച്ചു, പക്ഷെ ഇനി പ്രകൃതി ക്ഷമിക്കില്ല. ഗുരു പ്രകൃതിയെ തന്നെ താൻ രക്ഷിക്കാൻ വേണ്ടി, ഈ ഭൂമിയെ രക്ഷിക്കുവാൻ വേണ്ടി, ഈ മനുഷ്യന്റെ ഈ ക്രൂരമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് ഈ ഒരു ഭൂമിയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഗുരുവിലൂടെ ഗുരുവിനെ പോലുള്ള ദിവ്യമായിട്ടുള്ള ദിവ്യാത്മസ്വരൂപരെ അവതരിപ്പിച്ചിട്ട് നമ്മളെ ഉന്നതീകരിച്ച് ഭൂമിയാണ് രക്ഷിക്കുന്നത്. മനുഷ്യൻ നന്നായാൽ ഭൂമി നന്നായി, മനുഷ്യൻ അസെൻഡായി കഴിഞ്ഞാൽ ഭൂമിയുടെ അസെൻഷൻ ഈസിയായി. ഓക്കെ, പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കിയില്ല. നമ്മളെ കൊണ്ട് ഈ ഭൂമിക്ക് ഒരു പ്രയോജനവും ഇല്ല. ഈ മനുഷ്യനെ ഇല്ലാത്ത ഭൂമിയാണ് സ്വർഗം. പക്ഷെ ഈ ഭൂമിയിൽ വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളിൽ നിന്നും ഒരു ഡിസാസ്ട്രസ് തോട്ട്സും ഇല്ല. അവരിൽ നിന്നും ഒരു വേവ്സും ഈ ഭൂമിക്ക് ബുദ്ധിമുട്ടായിട്ട് പോകുന്നില്ല. അവരുള്ളത് കൊണ്ടാണ് മനുഷ്യ നീ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അവരെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ ഈ മനുഷ്യരാശിക്ക് ഭൂമിയിൽ നിലനിൽപ്പില്ല. ഈ ഭൂമി ഇൻബാലൻസ് ആവും, അതിന്റെ പ്രാണശക്തി വിഘടിക്കും. ഈ ഭൂമി തകർത്ത് തരിപ്പണമാക്കാൻ കാരണം നമ്മൾ ഈ മൂകജീവരാശികളെ കൊന്നു തിന്നുന്നത് കൊണ്ട് മാത്രമാണ്. എന്താ വെച്ചാൽ അവരുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നത്. മനുഷ്യനില്ലെങ്കിൽ ഈ ഭൂമിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ മറ്റ് മൂകജീവരാശികളില്ലെങ്കിൽ ഈ ഭൂമിയുടെ സമതുലനം നഷ്ടപ്പെടും. അപ്പോൾ എല്ലാവിധ പ്രകൃതി വൈപരീത്യങ്ങളും ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ചിലപ്പോൾ ആരും ഇല്ലെങ്കിൽ ഇതൊക്കെയാണ് പരമഗുരുക്കന്മാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അത് മനസ്സിലാക്കി തരാൻ ആചാര്യനായിട്ട് നമുക്കത് പറഞ്ഞു തരാത്തത് കൊണ്ടും അനുഭവത്തെ ഉൾക്കൊണ്ട് പറഞ്ഞ സുസത്യങ്ങളെ ഇങ്ങനെയുള്ള പുസ്തകങ്ങളിലൂടെ പറഞ്ഞതിനൊക്കെ നമ്മൾ ഒരിക്കലും പ്രചരിപ്പിക്കാതെ മറ്റെന്തൊക്കെയോ ഗുരുദേവ മണ്ഡപങ്ങളിൽ മറ്റു പല കാര്യങ്ങളും നമ്മൾ വിറ്റഴിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്. കൃതികൾ മനസ്സിലാവില്ല. ഇങ്ങനെയുള്ള ദിവ്യമായിട്ടുള്ള പുസ്തകങ്ങൾ സത്യസന്ധമായിട്ട് അതിസരളമായിട്ട് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുവിൻ. ഗുരുവിനെ അറിയുന്ന വിധത്തിൽ സുവർണ ലിപികളിൽ ഗുരു പറഞ്ഞ ഓരോ കാര്യങ്ങളും ദിവ്യമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുമണ്ഡപത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആ ഒരു ആസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗുരുവിനെ അറിഞ്ഞിട്ടാണ് ഒരുത്തൻ അതിന്റെ പുറത്ത് പോകാൻ പാടൂ. അല്ല, അവിടെ വന്നു കഴിഞ്ഞാൽ ഗുരു ഒരു പ്രതിമയായിട്ട് ഇരിക്കുന്നതല്ല. ഗുരു ഒരിക്കലും തന്നെ ആരാധിക്കാനോ തന്റെ മുകളിൽ അഭിഷേകം ചെയ്യാനോ ഗുരു പറഞ്ഞിട്ടില്ല. നമ്മുടെ ആത്മാവിൽ അഭിഷേകം ചെയ്ത് നമ്മുടെ ആത്മാവിൽ ആ നാഡീമണ്ഡലത്തെ ശുദ്ധി ചെയ്തിട്ട് നമ്മിൽ പവിത്രമായ തിരിച്ചറിവോടുകൂടി സത്യത്തിലും ധർമ്മത്തിലും അഹിംസയിലും ജീവിക്കുവാനുള്ള സന്മാർഗങ്ങളെ മാത്രമാണ് ഗുരു പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞു തന്ന ഗുരുവിനെ അവിടെ ഇരുത്തി പൂജിക്കാൻ പറഞ്ഞിട്ടില്ല. പൂജനീയമായിട്ടുള്ള നമ്മുടെ ചര്യകൾ മഹാകരുണയോടുകൂടി എല്ലാ ജീവരാശികളെയും സഹോദരന്മാരായി കണ്ട് അവയെ കാത്തുരക്ഷിക്കുവാൻ വേണ്ടി അങ്ങനെ മനുഷ്യനായി ദൈവഗുണങ്ങളാൽ സ്വയം അലങ്കരിക്കാനാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായോ? പക്ഷെ നമ്മൾ ഇതൊന്നും ആചരിക്കാതെ ഗുരുവിനെ ഇനിയും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഗുരുകൃപ എന്നുള്ളത് കിട്ടുകയല്ലേ, അത് വേറെ. ഇനി വേറൊന്ന്, ശവം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ശക്കിലാട്ടിയിട്ട് അത് വളമായിട്ടിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ശവം തിന്നാൽ എന്താ സംഭവിക്കുക? ശിവഗിരിയിൽ വെച്ച് ചില സമുദായ പ്രമാണികളുമായി സാമുദായികമായ ആചാര മര്യാദകളെയും ആഹാര രീതികളെയും കുറിച്ച് സ്വാമികൾ സംസാരിക്കുന്നു. അവരിൽ പ്രധാനി മൂലൂരാണ്. അവർ മാംസാദ്യ ആഹാര പ്രിയരായിരുന്നു. അപ്പോൾ സ്വാമികൾ ഇവരേനൊക്കെ ഉൾക്കൊണ്ടു എന്ന് കരുതി പലരും പറയാറുണ്ട് അങ്ങനെയുള്ളവരെ ഉൾക്കൊണ്ടു എന്ന്. പക്ഷെ സ്വാമി എന്നും പറയാറുള്ളത് ആരെയാണെങ്കിലും മുഖം നോക്കാതെ ഇതാണ് ജീവിതശാസ്ത്രം, ഇങ്ങനെ ഭൂമിയിൽ ജീവിക്കാൻ പാടുമെന്ന് സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാമി ചോദിക്കുകയാണ്, എല്ലാം അറിയാമെന്നുള്ള പണ്ഡിതന്മാരോട് ചോദിക്കുക, മരിച്ച വീട്ടിൽ പോയാൽ എന്തെങ്കിലും ശുദ്ധികർമ്മം ചെയ്യേണ്ടതുണ്ടോ? അപ്പോൾ മൂലൂർ പറഞ്ഞു, ഉണ്ട് സ്വാമി, 3 മുങ്ങിയ ഒരു സ്നാനം നടത്തണമെന്ന്. ആഹാ. അപ്പോൾ സ്വാമി ചോദിക്കുകയാണ്, അപ്പോൾ ശവം തൊട്ടാലോ? അപ്പോൾ മൂലൂർ പറയാണ് 12 മുങ്ങി കുളിക്കണമെന്ന്. അപ്പോൾ സ്വാമി ചോദിക്കുകയാണ്, അപ്പോൾ ശവം തിന്നാലോ എന്ന്. അപ്പോൾ ആ ധ്വനി മനസ്സിലാക്കിയ മൂലൂർ മുതലായവർ സൈലൻ്റായി, നാണിച്ചു തല താഴ്ത്തി. അപ്പൊ ശവം തിന്നു കഴിഞ്ഞാൽ ആ ശവം തിന്നവനെ കണ്ടാൽ കുളിക്കണം എന്നാണ് അർത്ഥം. അതാണ് ഗുരു ഉദ്ദേശിച്ചത്. ആ കാലഘട്ടത്തിൽ ഗുരു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഒരു ദിവ്യമായിട്ടുള്ള പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു ധർമ്മം പ്രചരിപ്പിക്കുവാന് അത് തടസ്സമായെങ്കിലും എന്ന് കരുതി അത്രയും ഓപ്പണായിട്ട് ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് കാലം മാറി. അതായത് സത്യയുഗം പ്രവേശിച്ചു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് എല്ലാവരും സത്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, സത്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ആചരിക്കാനുള്ള ശക്തിയും ശ്രദ്ധയും ഇല്ലാത്തത് കാരണം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് മാത്രം. പക്ഷെ സത്യയുഗം പ്രവേശിച്ചതിന്റെ തെളിവാണ് ഇന്ന് ക്യാമറ സെല്ലുകളിലൂടെ എവിടെയൊക്കെ നമുക്ക് കാണുകയും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് എല്ലാവരും ഈ പ്രപഞ്ചത്തിലേക്ക് വന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാ കുഞ്ഞു കുട്ടികൾക്ക് മുതൽ സത്യങ്ങൾ അറിയാൻ തുടങ്ങി. പക്ഷെ നമ്മൾ ഇന്നും അതേ അസത്യങ്ങൾ പുലമ്പുന്നവരും അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരും ഉണ്ട്. പക്ഷെ സത്യം പറയുന്നവരുടെ എണ്ണം കൂടിയെങ്കിൽ സത്യയുഗം പ്രവേശിച്ചു എന്നതിന്റെ തെളിവ് തന്നെയാണ്. പക്ഷെ പരിപൂർണമായിട്ട് സത്യയുഗം പ്രവേശിച്ചിട്ടുമില്ല. എന്താ വെച്ചാൽ ഈ അധർമ്മം എന്നുള്ളത് പരിപൂർണമായിട്ട് പോവാൻ സമയം പിടിക്കും. അപ്പോഴാണ് സത്യയുഗം പരിപൂർണമായിട്ട് പ്രവേശിക്കുകയുള്ളൂ. പക്ഷെ പ്രവേശിച്ചു എന്നതിന്റെ തെളിവുകൾ നമുക്ക് എല്ലാ വിഭാഗത്തിലുള്ള ഒരു സത്യങ്ങൾ പറയാൻ തുടങ്ങി. എല്ലാ ദിവ്യാത്മസ്വരൂപരും ഈ ഭൂമിയിൽ ഹിംസാത്മകമായിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമി ഇത്രയധികം നശിക്കാൻ കാരണം മനുഷ്യനാണെന്നുള്ളത് മനസ്സിലാക്കി അഹിംസയിൽ ജീവിക്കാൻ പറഞ്ഞു തുടങ്ങി. അത് ആചരിക്കാൻ ആൾക്കാർ കൂടുതൽ വന്നിട്ടില്ലെങ്കിൽ ആചരിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ അധർമ്മം എന്ത് ചെയ്യാണ്? ഈ അധർമ്മം ഈ ഭൂമിയിൽ നിലനിൽക്കാൻ വേണ്ടി അത് അതിൻ്റെ എല്ലാവിധ പ്രയത്നങ്ങളും അത് ചെയ്യും. അത് വളരെ ആ ഡാർക്ക് ഫോഴ്സിന്റെ അറ്റാക്ക് പല വിധത്തിലായിരിക്കും. സത്യം പറയുന്ന എന്നെ പോലുള്ളവർ ഒരുപാട് ലക്ഷക്കണക്കിന് പേരുണ്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ വരും. ഡാർക്ക് ഫോഴ്സിന്റെ നോട്ടപ്പുള്ളികളാണ്. എന്താ വെച്ചാൽ ഈ നെഗറ്റീവ് ഫോഴ്സ് ആണ്, നെഗറ്റീവ് എനർജീസ് ആണ് ഡാർക്ക് ഫോഴ്സിന്റെ ഫുഡ്. അതായത് അത്യാശ, അത്യാർത്തി, കോപം, അതേപോലെ വഞ്ചന, സ്വാർത്ഥത, മറ്റുള്ളവരെ പറ്റിക്കുക, അതായത് ഹിംസ, നോൺ വെജിറ്റേറിയൻ ഫുഡ്. ഈ നോൺ വെജിറ്റേറിയൻ ഫുഡിലൂടെയാണ് ഈ ഡാർക്ക് ഫോഴ്സ് മനുഷ്യന്റെ ബുദ്ധിയിലേക്ക് പ്രവേശിച്ചിട്ട് ഈ ഭൂമിയെ നശിപ്പിക്കുവാൻ വേണ്ടി പരിപൂർണമായിട്ട് അതിൻ്റെ ആ ഒരു എനർജി ഉപയോഗിക്കുന്നത്. ഈ ഭൂമിയിൽ അധർമ്മത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ഡാർക്ക് ഫോഴ്സ് നോൺ വെജിറ്റേറിയൻ ഫുഡിലൂടെ ബുദ്ധിയിലേക്ക് പ്രവേശിച്ചിട്ട് അതിലൂടെയാണ് മനുഷ്യന്റെ ബുദ്ധിയെ അശുദ്ധമാക്കിയത്. അശുദ്ധമായിട്ടുള്ള ഫുഡ് തിന്നുന്നവരുടെ ബുദ്ധി എപ്പോഴും അശുദ്ധമായിരിക്കും. എന്താ വെച്ചാൽ ഒരു ജീവിയുടെ ഇപ്പൊ ഇന്ന് നമ്മൾ നിങ്ങളുടെ ഫാമിലി പറിച്ച് വലിച്ചു തിന്ന് ആസ്വദിച്ച് തിന്ന ആ ഒരു ജീവി, ആ ഒരു പ്രാണൻ പോവാൻ എത്ര പ്രാണന് വേണ്ടി അലറിക്കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. മൂകജീവിയുടെ ആത്മഘോഷ ഈ ഭൂമിയിൽ നിറഞ്ഞിരിക്കുകയാണ്. എത്രയധികം കളേബരശാലകളാണ് ഈ ഭൂമിയിലുള്ളത്. ഒരു മനുഷ്യന് വേണ്ടി, ഒരു മനുഷ്യന്റെ ആനന്ദത്തിനും വിനോദത്തിനും വേണ്ടി അത്രയധികം ജീവികൾ, കോടിക്കണക്കിന് ജീവികളാണ് കൊന്നൊടുക്കപ്പെടുന്നത്. സോ അതൊക്കെ ഈ ഭൂമിയുടെ ബാലൻസിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണക്കാരനോ മനുഷ്യ കേവലം നീ മാത്രമാണ്. സോ എന്നിട്ട് മനസ്സിലാക്കാതെ അത് പറഞ്ഞ ദിവ്യാത്മസ്വരൂപര് പറഞ്ഞതിനെ അപമാനിച്ചുകൊണ്ട് ആ ഒരു ദിവ്യാത്മസ്വരൂപന് വേണ്ടിയിട്ട് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ ശവക്കറി ചലഞ്ചിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ശവത്തെ പൊതിഞ്ഞ ആ ഒരു ഫുഡ് തിന്നിട്ട് പൈസ തന്ന ആ പൈസ കൊണ്ട് ഞാൻ ആ ഒരു അശുദ്ധമായിട്ടുള്ള മന്ദിരം കെട്ടാമെന്ന് പറയുമ്പോൾ ഇനിയും ഗുരുവിനെ അപമാനിച്ച് മതിയായില്ലെങ്കിൽ ബി അവെയർ. നിങ്ങളിത് കേട്ടോ ആചരിച്ചോ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ പറയാ എന്നുള്ളത് എന്നെ പോലുള്ള ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ ഒരു ശവക്കറി തിന്നുമ്പോൾ ആ ഒരു മാംസത്തിൽ, ആ മാംസം എന്നുള്ള നിങ്ങളുടെ ശരീരം, നമ്മുടെ ശരീരം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ആ ഒരു ജീവിയുടെ ശരീര മാംസഭാഗമാണത്. ആ മാംസഭാഗം തിന്ന് നമ്മുടെ മാംസത്തിന് കൊഴുപ്പും പ്രോട്ടീൻസും കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ തിന്നുമ്പോൾ ആ മാംസത്തിൽ അടങ്ങിയിട്ടുള്ളത് പ്രാണവേദനയാണ്. തൻ്റെ ജീവനെ രക്ഷിക്കാനായിട്ടുള്ള നിസ്സഹായമായിട്ടുള്ള അതിൻ്റെ നോട്ടങ്ങൾ, അതിൻ്റെ കുടുംബത്തിൽ നിന്നും അതിനെ വേർപ്പെടുത്തിയ ഈ മനുഷ്യനോടുള്ള പകയും വെറുപ്പും അറപ്പുമാണ് ഇറച്ചിയുള്ളത്. ആ ജീവി അതിൻ്റെ പ്രാണന് വേണ്ടി അലറിക്കറിഞ്ഞ് രക്തത്തിൽ മറ്റു സഹജീവരാശികളെ കൊന്നൊടുക്കി ആ രക്തത്തിൽ കിടന്നിട്ട് അതിനെ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ അതിൻ്റെ പ്രാണവേദന അർത്ഥനാദം. അതിനും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സമസ്ത അധികാരങ്ങളുണ്ട്. നമ്മളെക്കാൾ താഴ്ന്ന പ്രാണനൊന്നും അല്ല അത്. ഒരുപക്ഷെ നമ്മളെക്കാൾ ഉന്നതമായിട്ടുള്ള പ്രാണനാണത്. നമ്മുടെ സഹോദര ജീവികളാണത്. 84 ലക്ഷം ജീവരാശികളായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജന്മം എടുത്തിട്ട് അവസാനമാണ് നമ്മൾ ഈ മനുഷ്യദേഹത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ നമ്മൾ ജന്മം എടുത്തുകൊണ്ട് അവരെ കാത്തുരക്ഷിക്കാനുള്ള പരിപൂർണ്ണ ബാധ്യത നമുക്കാണ്. ഗുരുദേവൻ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ ദൈവങ്ങളും അഹിംസയാണ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു ജീവിയെയും കൊല്ലരുത്. ഒരു ജീവിയെയും നിനക്ക് വേണ്ടിയിട്ടല്ല. നീ സൃഷ്ടിച്ചെങ്കിൽ നീ കൊല്ല്. അതുകൊണ്ടാണ് നിന്റെ കുഞ്ഞുങ്ങളെ കൊന്നതെന്ന് നോ പ്രോബ്ലം. അതാണ് അതിന്റെ ഉദ്ദേശം. അല്ലാതെ ഭൂമാതാവിന്റെ, അല്ലെങ്കിൽ അവർക്കും കുടുംബമുണ്ട്, ഓരോ ഭൂമാതാവിന്റെ മക്കളെ ദ്രോഹിക്കാൻ നമുക്ക് ഒരു അർഹതയുമില്ല, അധികാരവും ഇല്ല.
അതിനുവേണ്ടി ഒരു കോഴി കൊല്ലപ്പെട്ടാലും നീ ഓർത്തോ, അതിൻ്റെ പ്രാണസങ്കടം നിന്റെ കുടുംബത്തെ വേട്ടയാടിയിരിക്കും, നിന്റെ ശരീരത്തെ വേട്ടയാടിക്കും. നിന്റെ ഈ ശരീരത്തിലെ ഇറച്ചിയെ കൊന്ന പാപം തിന്നാൽ തീരില്ല. കൊന്ന പാപം, നീയാൽ കൊല്ലപ്പെട്ട ഓരോ ജീവിയുടെയും പ്രാണവേദന, ആത്മഘോഷ, ആ ശാപത്താൽ, പ്രാക്കാൽ, അതിൻ്റെ സങ്കടത്താൽ, അതനുഭവിച്ച് നരകയാതന അനുഭവിച്ച് മരിച്ച ആ വേദനയാൽ, അതിൻ്റെ എല്ലാ നെഗറ്റീവ് തരംഗങ്ങളാണ് ഇറച്ചിയിലൂടെ നിന്റെ ഇറച്ചിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്, നിന്റെ രക്തത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്, നിന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. ആ പാപ ആഹാരം, ആ പാപക്കൂട്, അത് നിന്റെ ശരീരത്തെ തിന്ന് 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 തീർക്കും എന്നുള്ളതാണ്. കൊന്ന പാപം തിന്നു തീർക്കും നിന്നെ എന്നുള്ളതാണ് അർത്ഥം. അത് മനസ്സമാധാന ഇല്ലായ്മയിലൂടെ, ദുരന്തങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ, നഷ്ടങ്ങളിലൂടെ, വേദനകളിലൂടെ, മാറാ രോഗങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ അത് നിന്നെ തിന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ഇതിനൊക്കെ വളച്ചൊടിക്കാൻ ഒരുപാട് പേരുണ്ട്. എന്തും നിനക്ക് തിന്നാനുള്ളതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആചാര്യന്മാരും ഉണ്ട്. അതായത് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ അവിടെ ആ ഒരു നീചസ്തുതിയിൽ നിന്നാൽ, നീചമായ ആഹാരം, അശുദ്ധമായ ആഹാരം കഴിക്കുമ്പോൾ ആ ആഹാരം ബുദ്ധി, ആഹാരമാണ് അവൻ്റെ ബുദ്ധി. അതുകൊണ്ട് അങ്ങനെയുള്ള ഈ ഒരു നശിച്ച വ്യവഹാരം ഇവർക്ക് സ്ഥായിയായിട്ട് നിന്നെങ്കിൽ മാത്രമാണ് ഈ ആചാര്യന്മാരെ പോലുള്ളവർക്ക് അവരുടെ ബിസിനസ് നടത്തുകയുള്ളൂ. അതുകൊണ്ട് അവർ പറയും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ തിന്നാം, ദൈവം നിന്റെ വയറ്റിലല്ല നോക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവം നീ ചെയ്യുന്ന ഓരോന്നും കാണുന്നു. നീ ചെയ്യുന്ന നാമജപങ്ങളും അല്ലെങ്കിൽ സ്തോത്രപാരായണങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കീർത്തനങ്ങളും അല്ലെങ്കിൽ ദൈവദശകം പാടുന്നു, അതൊന്നും അല്ല ദൈവം നോക്കുന്നത്. ദൈവം നിന്റെ പൂജനീയമായിട്ടുള്ള ചര്യയാണ്, നിന്നിലുള്ള മഹാകരുണയാണ് ദൈവം നോക്കുന്നത്. നീ ധർമ്മത്തിലും അഹിംസയിലും സത്യത്തിലുമാണോ ജീവിക്കുന്നതെന്നാണ് ദൈവം നോക്കുന്നത്. അല്ലാതെ നീ എന്ത് തിന്നാലും എന്ത് ചെയ്താലും നീ ചെയ്യുന്ന പൂജ മാത്രമാണ് ദൈവം കാണുന്നതെങ്കിൽ തെറ്റ്. നിന്നിൽ നിന്ന് റിലീസാവുന്ന ഡിസാസ്റ്റർസ് തോട്ട്സ്, നിന്നിലെ വഞ്ചന, നിന്നിലെ കോപം, നിന്നിലെ അധർമ്മം, നിന്നിലെ ഹിംസ, നിന്നിലെ ഈ ഒരു സത്യത്തേക്ക് വളച്ചൊടിച്ച് വിമർശിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിന്നിലെ ത്വര, എല്ലാം ദൈവം കാണുന്നു. 24 hours നമ്മൾ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം നമ്മൾ ചെയ്യുന്ന ഈ ഒരു എന്താ പറയുക, ചതയ ദിനാഘോഷം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പൂജകളാണ് ഗുരുദേവന് ഇഷ്ടമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഗുരുദേവൻ അതൊന്നും ആശിച്ചിട്ടില്ല. ഗുരുവിനെ പോലെ ഉത്തമമായിട്ടുള്ള ഈ ദിവ്യമാർഗത്തിൽ ഗുരുവിൻ്റെ അതേപോലെ ഉയരാനാണ്, ഗുരുവിനെ പോലെ ആകാനാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ദൈവം അത് തന്നെ, നമ്മുടെ ഉള്ളിലുള്ള ദൈവത്വത്തെ അറിയാൻ, ദൈവഗുണങ്ങളാൽ നീ സ്വയം അലങ്കരിക്കേ. അല്ലാതെ നീ എന്നെ അലങ്കരിക്കുകയല്ല വേണ്ടത്. ഞാൻ അലങ്കരിക്കപ്പെട്ടവനാ, ഞാൻ സദ്ഗുണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവനാ, ഞാൻ സദ്ഗുണങ്ങളാൽ പൂജിക്കപ്പെട്ടവനാ. നീ എന്നെ പൂജിക്കണ്ട, നീ എന്നെ പുകഴ്ത്തി പാടുകയല്ല വേണ്ട. നീ സദ്ഗുണങ്ങളാൽ സത്യത്തിലും ധർമ്മത്തിലും അഹിംസയിലും ജീവിക്കേ, ദൈവഗുണങ്ങളാൽ നീ അലങ്കരിക്കേ. അങ്ങനെയുള്ളവരെയാണ് എനിക്ക് ഇഷ്ടമെന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഗുരുകൃപ വേണമെങ്കിൽ ഗുരുവിനെ അപമാനിക്കുന്നത് നിർത്തുക. ഗുരു പറഞ്ഞതിനെ ചവിട്ടി തേച്ചുകൊണ്ട് ഇനിയും ഗുരുവിനെ ക്രൂരമായി ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ധർമ്മം, പരമമായിട്ടുള്ള ധർമ്മം അഹിംസയാണ്. ധർമ്മോ രക്ഷിത രക്ഷിത എന്നാ പറഞ്ഞിട്ടുള്ളത്. ഏത് ധർമ്മത്തെയാണോ നാം കാത്തുരക്ഷിക്കുന്നത് അതേ ധർമ്മത്താൽ മാത്രം നിരന്തരം നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. ഏത് ധർമ്മത്തെയാണോ ധർമ്മമെന്ന് അറിഞ്ഞിട്ടും അധർമ്മം മാത്രം ആചരിക്കുന്നത് അതേ അധർമ്മത്താൽ ഓരോ മനുഷ്യനും ശിക്ഷിക്കപ്പെടുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കും. നോ ഡൗട്ട്. ഇനി നിങ്ങളുടെ ഇഷ്ടം. ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഗുരുദേവനോട് ചെയ്യുന്ന വിശ്വാസവഞ്ചനയായിരിക്കും അത്. ആ ഗുരു മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഗുരുവിനെ പരിചയപ്പെടുത്തുവാനുള്ള ഒരവസരമായി ഞാൻ ഇതിനെ വിനിയോഗിക്കുന്നു. അഹിംസയെ മുറുകെ പിടിച്ചവർക്ക് ഗുരുകൃപ ഉണ്ടായിരിക്കും. ദൈവങ്ങൾ പറഞ്ഞതനുസരിച്ച് സത്യത്തിലും ധർമ്മത്തിലും അഹിംസയിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കും. അല്ലാതെ ആരെന്ത് കാട്ടുകൂട്ടിയാലും, ശവക്കറികൾ തിന്നിട്ട് ശവന്തീനികൾ ഈ ദേഹമെന്ന ഈ ക്ഷേത്രത്തെ ശ്മശാന സമാനമാക്കി ക്ഷേത്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രാണശക്തി വിഘടിക്കുകയുള്ളൂ. ദേഹം ക്ഷേത്രമായവൻ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം ഉണ്ടാവും. അപ്പോൾ എല്ലാ ജീവികളിലുമുള്ള ദൈവത്വത്തെ തിരിച്ചറിഞ്ഞ് മഹാകരുണയോടുകൂടി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ളവരാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മത്തെ പ്രചാരം ചെയ്യുവാനുള്ള അർഹതയുള്ളവർ. അല്ലാത്തവരൊന്നും ശ്രീനാരായണ ഗുരുദേവന്റെ നാമം പോലും ഉച്ചരിച്ച് ആ മഹാശക്തി ചൈതന്യ ക്ഷേത്രത്തെ അപമാനിച്ച് നിങ്ങൾ സ്വയം നിങ്ങളെ ശിക്ഷിക്കാതിരിക്കുവാൻ വേണ്ടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി നിങ്ങളുടെ ഇഷ്ടം. താങ്ക് യു.